കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പിഴവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കാതെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് നടപടി എടുത്തിട്ടുണ്ടെന്ന് മാത്രം മറുപടി. അതേസമയം സംസ്ഥാനത്ത് മരിച്ച കുട്ടിയുൾപ്പെടെ 10 പേർക്ക് വെസ്റ്റ് നൈൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ 13-കാരിയുടെ മരണം വെസ്റ്റ് നൈൽ കാരണമോ എന്ന് സ്ഥിരീകരിക്കേണ്ടത് പൂനെയിൽ നിന്നാണെന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറത്തെയും എറണാകുളത്തെയും മഞ്ഞപ്പിത്ത വ്യാപനം നിയന്ത്രണ വിധേയമെന്നും സംസ്ഥാനത്ത് ഡെങ്കിപ്പനി വ്യാപനമുയരാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്? എന്താണ് വിശദാംശങ്ങൾ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇതിൽ ഒഴിഞ്ഞു മാറുകയാണ് മന്ത്രി ചെയ്തതിൽ കൃത്യമായി മറുപടി നൽകാൻ മന്ത്രി വീണ ജോർജ് തയ്യാറായിട്ടില്ല. അസോസിയേറ്റ് പ്രൊഫസറെ സസ്പെൻഡ് ചെയ്തു, അതോടുകൂടി നടപടി സ്വീകരിച്ചു എന്നുള്ളൊരൊറ്റ വാചകത്തിൽ ഒതുക്കിയതിന് ശേഷം മന്ത്രി ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്. വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഇത്തരത്തിൽ ഈ മാറി ശസ്ത്രക്രിയ നടത്തി എന്നുള്ളത്. ആ ഒരു ഗൗരവം ആരോഗ്യമന്ത്രി കാട്ടിയില്ല എന്നുള്ളതാണ് ഉയരുന്ന വിമർശനം. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു പിഴവ് സംഭവിക്കുന്നത്. ഇതിനു മുൻപും ഹർഷീനയുടെ വിഷയത്തിൽ ഉൾപ്പെടെ ഈ കത്രിക വയറ്റിൽ ശസ്ത്രക്രിയയ്ക്കിടെ മറന്നുവെക്കുന്ന സംഭവം ഉണ്ടായി. ഇത്തരം തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിലൊരു കർശന നടപടികളിലേക്കോ അല്ലെങ്കിൽ മറ്റ് കൃത്യമായിട്ടുള്ള അതിൽ ഒരു നിർദ്ദേശത്തിലേക്കോ ഒന്നും തന്നെ ആരോഗ്യവകുപ്പ് കടക്കാത്തതിനെതിരെ വ്യാപകമായി വിമർശനം ഉയരുന്നുണ്ട്. മന്ത്രി തന്നെ ഒരൊറ്റ വാചകത്തിൽ നടപടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മറ്റു ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതോടൊപ്പം തന്നെ വെസ്റ്റ് നൈൽ പനി ഒരു മരണം സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതിലും വിചിത്രമായ മറുപടിയാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് 10 പേർക്ക് സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു. പക്ഷേ അതിൽ 13 വയസ്സുകാരിയുടെ മരണം വെസ്റ്റ് നൈൽ ബാധിച്ചാണോ എന്നുള്ളത് ഇതുവരെയും ഉറപ്പിക്കാനായിട്ടില്ല. പൂനെയിൽ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം വന്നതിന് ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. അതിലും ഒരു വിചിത്രമായ മറുപടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റൊരു കാര്യം, സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നുണ്ട്, അത് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് മന്ത്രി പറയുന്നു. ഡെങ്കിപ്പനി, എലിപ്പനി, അതിലൊരു വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് വരുന്ന 2 മാസങ്ങളിൽ അത് വലിയ രീതിയിൽ വ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ആരോഗ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുന്നു. ഇതിലെ ഏറ്റവും പ്രധാന ഈ ആരോഗ്യ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഡെങ്കിപ്പനി, എലിപ്പനി വ്യാപനം മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാനത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ ആരംഭിച്ചു കഴിഞ്ഞു. ഇതുവരെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒന്നും തന്നെ വകുപ്പ് കടന്നിട്ടില്ല. നാളെയും മറ്റന്നാളും ശുചീകരണ യജ്ഞമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നൊരു കാര്യം. ഈ മഴ സജീവമാകുന്നതിനിടയിൽ എത്രമാത്രം ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നുള്ളതാണ് ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. വലിയ രീതിയിൽ സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയും എലിപ്പനിയും ഒക്കെ വ്യാപിക്കുന്നുണ്ട്. ഇനി മഴ കൂടുതൽ സജീവമാകുന്നതോടുകൂടി വലിയ രീതിയിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കാനാണ് സാധ്യത. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉയരുന്ന വിമർശനം. വിവാദ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.